യെസ്, ഹരി മോഹൻ കൂടി ചേരുന്നുണ്ട്. ഹരി, ഈ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഇത്ര അധികം ദിവസമായി പ്രതിഷേധം നടക്കുന്നു, കണക്കുകൾ വ്യക്തമല്ലെന്ന് തെളിയുന്നു. സർക്കാർ അനങ്ങുന്നില്ല എന്നതിനപ്പുറം ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയെ പോലും വിദ്യാഭ്യാസ മന്ത്രി പരിഹസിക്കുന്നു. സഭയിൽ ഭരണപക്ഷ MLA ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അത് വിദ്യാഭ്യാസ മന്ത്രി തള്ളുന്നു. അങ്ങനെ സഭയിലും ഈ വിഷയം വലിയ ചർച്ചയായി ഉയർന്നു വരുന്നു. തിരുവനന്തപുരത്തെ പ്രതിഷേധം എങ്ങനെയാണ്? ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണപക്ഷ അല്ലെങ്കിൽ ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടനയെ പോലും വിശ്വാസത്തിലെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്തതിനെ ഒരു കാരണവശാലും തള്ളിക്കളയാനും അല്ലെങ്കിൽ തള്ളിപ്പറയാനോ ഒന്നും തന്നെ ഇടതുപക്ഷ സംഘടനകൾക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന സംഘടനകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് കാണേണ്ടുന്ന ഒരു കാര്യം. അതുതന്നെയാണ് KSUവും MSFും തുടർച്ചയായി ഇത്തരത്തിൽ സമരം നടത്തുന്നതും സമരം തുടർന്നു കൊണ്ടുപോകുന്നതും. നാളെ എന്തായാലും സംസ്ഥാന വ്യാപകമായി KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുകയാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തും പ്രതിഷേധമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ പ്രതിഷേധം മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ പോലും +1 സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു സമരത്തിലേക്ക് നയിച്ചതും. അതായത് ഇന്നലെ മന്ത്രി V ശിവൻകുട്ടിയെ KSU ജില്ലാ കമ്മിറ്റി ചേർന്നുകൊണ്ട് വഴിയിൽ തടയുന്ന സാഹചര്യം ഉണ്ടായി. കടുത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. അതായത് മന്ത്രിയുടെ വാഹനത്തിൽ വരെ കരിങ്കൊടി കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു അത്. ആ പ്രതിഷേധത്തിന്റെ തുടർച്ചയായി ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരം നെയ്യാറിലുള്ള KSU ജില്ലാ പ്രസിഡന്റിന്റെ വീട് വളഞ്ഞ് ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ KSU ജില്ലാ കമ്മിറ്റി നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൽ സംഘർഷമുണ്ടായി. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരു KSU പ്രവർത്തകന് കാലിന് പരിക്കേറ്റിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല ജില്ലകളിലായിക്കൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നാളെ വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുന്നതിന് ഒരു പ്രധാന കാരണമായി ഇപ്പോൾ ഔദ്യോഗികമായി KSU അറിയിച്ചിരിക്കുന്നത് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ +1 സീറ്റുകൾ ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ക്ലാസുകൾ തുടങ്ങാൻ പോകുന്നത് സർക്കാർ വിദ്യാർത്ഥികളോട് നടത്തുന്ന വെല്ലുവിളിയാണ്. ഈ വിഷയത്തിലും സംസ്ഥാനത്തുടനീളം കേരള വിദ്യാർത്ഥി യൂണിയൻ അതായത് KSU നടത്തുന്ന പ്രതിഷേധ മാർച്ചുകളെ ക്രൂരമായി അടിച്ചമർത്തുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് KSU സംസ്ഥാനത്തുടനീളം വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത് എന്നുള്ള ഔദ്യോഗിക അറിയിപ്പാണ് ഇപ്പോൾ KSUവിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് +1 സീറ്റ് പ്രതിസന്ധിയിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും പരിഹാരം ഇപ്പോഴും കാണാത്ത സ്ഥിതിക്ക് സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനമെന്ന് വ്യക്തമാണ്. തന്നെയാണ്. ശരി ഹരി.